നമസ്കാരം. 2020-ൽ ചേർന്നതിന് പിന്നാലെ തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും അക്കമിട്ട് മറുപടി നൽകി ബിഗ് ബോസ് ജേതാവും സംവിധായകനുമായ അഖിൽ മാരാർ. താൻ ഒരിക്കലും കോൺഗ്രസ്സുകാരനായിരുന്നില്ലെന്നും വിഷയങ്ങളിൽ അധിഷ്ഠിതമായ നിലപാടുകളാണ് ഇതുവരെ സ്വീകരിച്ചിരുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ വ്യക്തമാക്കി. NDA മുന്നണിയുടെ ഭാഗമായ 2020-ൽ ചേർന്നതോടെ രാഷ്ട്രീയ നിലപാട് മാറ്റിയെന്ന ആരോപണങ്ങളെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. തന്നെ കോൺഗ്രസ്സുകാരനായി ചിത്രീകരിക്കുന്നവരോട് അദ്ദേഹം ചില ചോദ്യങ്ങളും ഉയർത്തുന്നു. പണം വാങ്ങി സെലിബ്രിറ്റി എന്ന നിലയിൽ പാർട്ടി വേദികളിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് ഒരാൾ ആ പാർട്ടിക്കാരനാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. തീവ്രവാദികളെ തുടച്ചു നീക്കുമെന്നും രാജ്യത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പറഞ്ഞ അദ്ദേഹം ഭയപ്പെടുത്തി കാര്യം സാധിക്കുന്ന തന്ത്രങ്ങൾ കേരളത്തിൽ വിലപോകില്ലെന്നും മുന്നറിയിപ്പ് നൽകി. അഖിൽ മാരാരുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: യൂട്യൂബിലും ഫേസ്ബുക്കിലും പലർക്കും ഞാൻ ഒരു വരുമാന മാർഗമാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിങ്ങളിൽ പലരും എന്നെക്കുറിച്ചോ എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെക്കുറിച്ചോ യാതൊരു ബോധവുമില്ലാത്തവരായി പോയതുകൊണ്ട് നിങ്ങളോട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. 1. ഞാൻ ഏത് പാർട്ടിയാണ് വിട്ടത്? 2. എന്തായിരുന്നു എൻ്റെ രാഷ്ട്രീയ നിലപാട്? എന്താണ് 2020-ൽ ചേർന്ന ശേഷം ഞാൻ മാറ്റി പറഞ്ഞത്? ഈ വിഷയത്തിൽ യാതൊരു ബോധ്യവുമില്ലാത്തവരോട് പണം വാങ്ങി സെലിബ്രിറ്റി എന്ന നിലയിൽ പാർട്ടി വേദികളിൽ എന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ? പറഞ്ഞ തുക വാങ്ങി ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ ഞാൻ കോൺഗ്രസ്സുകാരനായി മാറുമോ? കഴിഞ്ഞ 5 വർഷം, അതായത് മുഖ്യധാരയിൽ വന്ന ശേഷം ഒരു തവണയെങ്കിലും രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ച് ഒരു വരി ഞാൻ എഴുതി കണ്ടിട്ടുണ്ടോ? സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കോൺഗ്രസ് ആണോ? സവർക്കറെ തള്ളി പറയില്ല എന്ന് പറഞ്ഞ് ഞാൻ കോൺഗ്രസ് ആണോ? ഗാന്ധിയോട് ഒരു കാലത്തും ആരാധന തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ കോൺഗ്രസ് ആണോ? പൗരത്വ ഭേദഗതി, നോട്ട് നിരോധനം ഇവ അനുകൂലിച്ച ഞാൻ കോൺഗ്രസ്സുകാരനാണോ? ഇനി മതേതര മൂല്യവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പിണറായി വിരുദ്ധതയും ഒക്കെ ഉള്ളതുകൊണ്ടും കോൺഗ്രസ് നേതാക്കളുടെ ഒപ്പം വേദി പങ്കിട്ടതുകൊണ്ടും മാത്രം ഞാൻ കോൺഗ്രസ്സുകാരനാകുമോ? 2020 എന്ന മതേതര പാർട്ടിയിലാണ് ഞാൻ ചേർന്നത്. ചേർന്ന ഉടനെ മറ്റുള്ള രാഷ്ട്രീയക്കാർ ആക്ഷേപിക്കും പോലെ കോൺഗ്രസിനെയോ നേതാക്കളെയോ ഞാൻ ഒരക്ഷരം മോശമായി പറഞ്ഞിട്ടില്ല. എനിക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ സൗകര്യമായ ഒരു രാഷ്ട്രീയ ആശയം ഞാൻ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. ഇതിലെന്ത് നിലപാടാണ് ഞാൻ മാറ്റിയത്? മാധ്യമങ്ങൾ ഇന്ന് പിണറായിയെ കുറ്റം പറയും, നാളെ പൊക്കി പറയും. കോൺഗ്രസിനെ ചിലപ്പോൾ അനുകൂലിക്കും, ചിലപ്പോൾ ആക്ഷേപിക്കും. BJP ആക്രമിക്കും, ചില വിഷയങ്ങളിൽ പൊക്കി പറയും. അവർക്ക് നിലപാടില്ലാത്തത് കൊണ്ടാണോ? അതോ അവരെല്ലാം നിങ്ങളുടെ ഭാഷയിൽ പല തന്തയ്ക്ക് പിറന്നവർ ആയതുകൊണ്ടാണോ? കാരണം മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷരാണ്. അവർക്കൊരു വിഷയത്തിലെ ശരി മറ്റൊരു വിഷയത്തിലെ തെറ്റാകും. അതല്ലെങ്കിൽ സത്യം ചിലപ്പോൾ CPM-നൊപ്പമാകും, ചിലപ്പോൾ കോൺഗ്രസിനൊപ്പം, ചിലപ്പോൾ BJP-ക്കൊപ്പം. അതനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി അവർ ശബ്ദിക്കും. ഞാനും എനിക്ക് കഴിയുന്ന രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. സർക്കാരിനെ ആക്രമിച്ചു. ചില വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെയും മോദിയെയും വിമർശിച്ചു. എന്തിന്? പ്രതിപക്ഷ നേതാവിനെ പോലും വിമർശിച്ചു. രസകരമായ സത്യം സാബു ജേക്കബിനെയും വിമർശിച്ചിട്ടുണ്ട് എന്നതാണ്. ഒരു പാർട്ടിയിലും അംഗമല്ലാതിരുന്ന എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. പ്രതിപക്ഷ സ്വരമായി സംസാരിച്ചത് വിഷയങ്ങളുടെ ശരികൾ നോക്കിയാണ്. അത് കോൺഗ്രസിന് ഗുണം ചെയ്തപ്പോൾ അവർ അത് പ്രചരിപ്പിച്ചു. അവർ എന്നെ ഉപയോഗിച്ചു. നേതാക്കന്മാരുടെ PR ടീമുകൾ എന്നെ ഉപയോഗിച്ചു. എനിക്ക് കോൺഗ്രസിൽ സീറ്റ് ഉണ്ടാകുമെന്ന പ്രതീതി സൃഷ്ടിച്ചെടുത്തതും അവരാണ്. നേതാക്കൾ ഞാൻ പാർട്ടിയിൽ സജീവമാകണമെന്ന് പറഞ്ഞു. രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസിലായാൽ ഭാവിയിൽ ഞാൻ BJP-യിൽ എത്തേണ്ടി വരും. കാരണം എനിക്ക് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളെ താല്പര്യമില്ല. അവരുടെ വിവരക്കേടുകൾ എനിക്ക് എതിർക്കേണ്ടി വരും. ആ ചിന്തയാണ് എനിക്ക് നാടിനു വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, എൻ്റെ കാഴ്ചപ്പാടുകൾ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന, എന്നാൽ മതേതര ബോധ്യം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന നാളെയുടെ രാഷ്ട്രീയമായ 2020 തിരഞ്ഞെടുത്തത്. ഇനി അഖിൽ മാരാർ എന്ന വ്യക്തിയുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല. 3 ദിവസം മുൻപ് ഒരു പാർട്ടിയിൽ അംഗമായി, NDA മുന്നണിയുടെ ഭാഗമായി. ഇനി മുതൽ പാർട്ടിയുടെയും മുന്നണിയുടെയും ആശയം പറയും. രാജ്യം പരമാധികാരത്തോട് 12 വർഷമായി മോദി ഭരിച്ചിട്ടും ഒരു മുസൽമാന് പോലും രാജ്യം വിട്ട് ഓടിപ്പോകേണ്ടി വന്നിട്ടില്ല. എങ്കിൽ 2020-ൽ ചേർന്ന് ഞാൻ എന്ത് ഭീഷണിയാണ്? തീവ്രവാദികളെ തുടച്ചു നീക്കും. ആട്ടിൻ തോലണിഞ്ഞ എത്രയൊക്കെ മതേതരത്വം പറഞ്ഞ കോൺഗ്രസിന്റെ കൂടെ കൂടിയാലും രാജ്യത്തെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരുത്തനെയും വെറുതെ വിടില്ല. കൂട്ടമായി ആക്രമിച്ച് ഭയപ്പെടുത്തി കാര്യം സാധിച്ചെടുക്കുന്ന പാകിസ്ഥാൻ തന്ത്രം കേരളത്തിൽ അധികം നാൾ വാഴില്ല. NB മുന്നോട്ട് നയിക്കാൻ മഹാഗണപതി കൂടെയുള്ളവനോട് തടസ്സങ്ങളുടെ പേര് പറഞ്ഞ് വിരട്ടാൻ നോക്കണ്ട. തീരുമാനമെടുക്കുന്നത് ഞാനല്ല, ഞാൻ വെറും ഉപകരണം മാത്രം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.